ഹലോ എവ്രിവൺ, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോ ജാപ്പനീസ് മേപ്പിൾ പ്രൂൺ ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. ഞാൻ പ്രൂൺ ചെയ്യാൻ നേരത്തെ എൻ്റെ ഗാർഡന് എവിടെയൊക്കെ ബ്രാഞ്ച് വേണ്ട അല്ലെങ്കിൽ എവിടെയൊക്കെ ബ്രാഞ്ച് വേണം അതനുസരിച്ചാണ് ഞാൻ പ്രൂൺ ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടെ ബാക്ക് യാർഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങളതനുസരിച്ച് പ്രൂൺ ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഏത് ബ്രാഞ്ച് എങ്ങോട്ട് പോകണമെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് അതേപോലെ പ്രൂൺ ചെയ്ത് നിങ്ങൾക്ക് ഗാർഡന് ഭംഗി വരുത്താം. അപ്പം വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ജാപ്പനീസ് മേപ്പിൾ പല വെറൈറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ചിലത് യെല്ലോ കളറായി പിന്നെ ഡീപ്പ് റെഡ് ആവുന്ന ഒരു വെറൈറ്റി ഉണ്ട്. ചിലത് യെല്ലോ ആയി ഡാർക്ക് ബ്രൗൺ ആവുന്നൊരു വെറൈറ്റി ഉണ്ട്. ചിലത് യെല്ലോ മാത്രമായിട്ട് ഇലയൊക്കെ കൊഴിഞ്ഞു പോകുന്ന ഒരു വെറൈറ്റി ഉണ്ട്. എല്ലാത്തിനും ഇല കൊഴിയും വിൻ്ററിൽ. അപ്പം അത് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ് ഗാർഡന്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഇത് പ്യുവർലി ഓർണമെൻ്റൽ പ്ലാന്റ് ആണ്, ഫ്രൂട്ടൊന്നും ഉണ്ടാവില്ല. അതാണ് ജാപ്പനീസ് മേപ്പിൾ ട്രീ. ഇതൊരു ഫേമസ് ട്രീ ആണ്. ഇതിപ്പം ചെറുതായിട്ട് ഞാനിപ്പോൾ ഒരു വിൻ്റർ പ്രൂണിങ് ചെയ്യാൻ വേണം. ഓൾറെഡി ഞാൻ സമ്മറിലും പ്രൂൺ ചെയ്യും, കാര്യം എൻ്റെ ബാക്ക് യാർഡ് അത്ര വലുതൊന്നുമല്ല. അതുകൊണ്ട് എപ്പോഴും ഞാൻ പ്രൂൺ ചെയ്യും. പക്ഷേ വിൻ്ററിലാവുമ്പം ഒന്ന് ഡീപ്പ് പ്രൂണിങ് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി നിർത്തും. അപ്പം സ്പ്രിങ് ആ നേരത്ത് നല്ല രീതിയിൽ ബ്രാഞ്ച് വന്ന് കുറച്ചും കൂടി ഭംഗിയുണ്ട്. അപ്പം ഗാർഡൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ ഭംഗി കൂടി നോക്കണം, എന്നാലല്ലേ രസമുള്ളൂ കാണാൻ. അപ്പം അത് കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലാഡർ ഫസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഏരിയയിൽ ലാഡർ വെച്ചിട്ട് സേഫ്റ്റിയോടുകൂടി ചെയ്യുക കാര്യങ്ങൾ. ഞാനിത് പ്രൂൺ ചെയ്യുമ്പം കാര്യം നിങ്ങൾക്ക് കാണാൻ എൻ്റെ ചെറിയൊരു വാക്ക് വേ പോലെ ഒരു സൈഡിലുണ്ട്. അപ്പം അത് അധികം കവർ ചെയ്തിരിക്കാൻ, വീടിന് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സൈഡായിരിക്കും കൂടുതലും ക്ലിയർ ചെയ്യണം. ഈ സൈഡ് ക്ലിയർ ചെയ്യും കൂടുതലും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ചെടി വളരാൻ വേണ്ടി ആയിരിക്കും കൂടുതലും ഞാൻ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെടി ഇങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, കാര്യം ഇവിടെ ഓൾറെഡി വേറൊരു ട്രീ ഉണ്ട്. അതിന് മറയാനും പാടില്ല, എന്നിട്ട് നേരെ വേണം കാണാനും ഭംഗിയാണ്. അപ്പം അതിനു വേണ്ടിയുള്ള പ്രൂണിങ്ങാണ് ചെയ്യണം. ഓർണമെൻ്റൽ ട്രീ ആണ്, ഇതിൽ ഫ്രൂട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൂൺ ചെയ്യാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. പക്ഷേ നമ്മൾ ഫ്രൂട്ട് ട്രീസ് പ്രൂൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏത് ഫ്രൂട്ട് ട്രീ എങ്ങനെ പ്രൂൺ ചെയ്യണം, എല്ലാത്തിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്, ഏത് സമയത്ത് പ്രൂൺ ചെയ്യണം എന്നുള്ളത്. അപ്പം ആരും മിസ്റ്റേക്ക് ചെയ്യരുത്. കാര്യം ഞാനിത് വളരെ വൈൽഡായിട്ട് പ്രൂൺ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഫ്രൂട്ട് ട്രീസ് അങ്ങനെ ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ആരും ചെയ്ത് മിസ്റ്റേക്ക് വരുത്തരുത്. അങ്ങനെ ചെയ്തുകൊണ്ട് ട്രീ ഡെഡൊന്നും ആവില്ല, പക്ഷേ ഫ്രൂട്ടിൻ്റെ ഈൽഡ് കുറയും. ഈ സൈഡിലുള്ള ബ്രാഞ്ചസ് ആണ് പ്രൂൺ ചെയ്യണത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വലിയ സമയം ഇതിനെ സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് പോകുന്ന ബ്രാഞ്ചസ് മാത്രമേ നമ്മൾ പ്രൂൺ ചെയ്ത് നിൽക്കാം. അതിനത് പ്രൂൺ ചെയ്യുമ്പോൾ എപ്പോഴും സൈഡ് കട്ട് ചെയ്യാം. ഈ ഓരോ പോയിന്റിൽ നിന്നും നമുക്ക് ബ്രാഞ്ചസ് വരും. അതുപോലെ തന്നെ ഇത് മേളിലേക്ക് നമുക്ക് വളർത്തി വിടണമെന്നില്ല, അങ്ങോട്ടേക്ക് വേണ്ട. കാര്യം അങ്ങോട്ടേക്ക് എനിക്ക് എൻ്റെ ആൽഫ്രിസ്കോ ഏരിയ. അപ്പോൾ ഞാൻ ആ ബ്രാഞ്ച് വളരെ ഷോർട്ടായിട്ട് കട്ട് ചെയ്യുന്നതാണ്. അതുപോലെ ഇതെല്ലാം ചെറിയ ചെറിയ ബ്രാഞ്ചായിട്ട് ലീഫായിട്ട് നേരെ കൊണ്ടിതാണ്. നമുക്ക് സൈഡിലേക്കുള്ള ഒരു ആക്സസ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് കാണാം, ഇത് നേരെ അങ്ങോട്ടേക്കാണ് പോണത്. എനിക്ക് അങ്ങോട്ടേക്കുള്ള ബ്രാഞ്ചസ് വേണ്ട. ഞാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ബ്രാഞ്ചസ് മാത്രം എനിക്ക് മതി. ചിലത് നിർത്തും ഞാൻ, ജസ്റ്റ് ഒരു ഹെൽത്തി ബാലൻസിന് വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. ഗ്രോയിങ് സ്റ്റേജ് അല്ല, ഓൾറെഡി ഒരു ഡോർമെന്റ് പൊസിഷനാണ്, ഒന്നും മൂവ് ആവുന്നില്ല. അപ്പോൾ സൈഡിലോട്ട് നിങ്ങൾക്ക് പ്രൂൺ ചെയ്യാം, ഒന്നും സംഭവിക്കില്ല. അതുപോലെ തന്നെ ക്രോസ് ആയി നിൽക്കുന്ന ബ്രാഞ്ച് എല്ലാം പ്രൂൺ ചെയ്ത് കളയാം. നമ്മുടെ ഗാർഡൻ കാണാനും ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ കുറേ മരങ്ങൾ വെറുതെ വളർന്ന് നിൽക്കുക, അത്രയേ ഉള്ളൂ. അതല്ല നമുക്ക് വേണ്ടത്, ഭംഗിയോട് കൂടിയ ഒരു ഗാർഡൻ. അപ്പം നിങ്ങൾക്ക് ഇത് കാണാം, ഇതൊരു ചെറിയ ബ്രാഞ്ചാണ്. പക്ഷേ ഞാനിത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയുന്നില്ല, കാര്യം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ബ്രാഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, അത് ഈ ആംഗിളാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ആംഗിൾ വേണമെന്നുള്ളതുകൊണ്ട് തന്നെ ഞാനത് ആംഗിൾ മാത്രം നിർത്തിയിട്ട് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ആ ബ്രാഞ്ച് ഇനി ഇങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യും. അപ്പം ചിലപ്പം നിങ്ങൾ പഠിക്കാൻ നേരത്ത് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കും. ഞാൻ ചെയ്ത് മിസ്റ്റേക്കിൽ നിന്ന് തന്നെ ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അല്ല അത് ഞാൻ ചെയ്താണെന്ന് പേടിയാണ് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായുള്ള ഗൈഡൻസ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഓൾറെഡി ഇത് പിന്നെ ജാപ്പനീസ് മേപ്പിൾ ട്രീ, ഒരു ഓർണമെൻ്റൽ ട്രീ ആണ്. ഇത് ഓൾറെഡി പ്രൂൺ ചെയ്ത് ഷേപ്പായിട്ടുണ്ട്. ഈ ആംഗിളിൽ ഷേപ്പ് ചെയ്ത്, കാര്യം ഞാൻ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് വേണ്ടിയ രീതിയിൽ ഷേപ്പ് ചെയ്യാനാണ്. കാര്യം നിങ്ങൾക്ക് ബാക്ക് യാർഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ രീതിയിൽ നിങ്ങളുടെ ഭംഗിക്ക് അനുസരിച്ച് നിങ്ങൾ ഷേപ്പ് ചെയ്തെടുക്കാം.
അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നമ്മളുടെ ഗാർഡൻ ഗ്രീൻ വേസ്റ്റ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ബിന്നിൽ തന്നെ നമ്മൾ ഇടുക. നമ്മുടെ കൗൺസിലിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മൾ പ്രത്യേകിച്ച് അതിന് ക്യാഷൊന്നുമില്ല. കൗൺസിലിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഗ്രീൻ ബിന്ന് കൊണ്ടു തരുന്നതായിരിക്കും. ഓക്കെ, ഇത് ഒരു ബാറ്ററി ഓപ്പറേറ്റഡ് പ്രൂണറാണ്. ഞാനൊരു ബ്രാൻഡും പ്രൊമോട്ട് ചെയ്യണമല്ല, പക്ഷേ എനിക്ക് കൺവീനിയൻറ്റും ചില സമയത്ത് നമുക്ക് ആവശ്യം വരും. ചില ബ്രാൻഡസ് കുറച്ച് ഹാർഡായിരിക്കും. നമുക്ക് ആക്സ് ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൂൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും ആക്സിഡൻ്റലി മറ്റുള്ള ഇതുപോലെയല്ല ഷാർപ്പ് കട്ടാണ്. നമ്മുടെ കൈയോ വിരലൊന്നും അതിൻ്റെ ക്രോസ് ചെയ്ത് പോരുത്. പിള്ളേർക്ക് ഇത് നമ്മൾ കളിക്കാൻ കൊടുക്കരുത്. കാര്യം കട്ട് ചെയ്താൽ നമ്മുടെ വിരൽ നേരെ ചോപ്പ് ചെയ്ത് പോകും. അത്ര സ്ട്രോങ് ടോർക്കുള്ള ഒരു ടൂളാണ്. അതിന് സേഫ്റ്റി മെക്കാനിസം ഉണ്ട്. കാര്യം നമ്മളിത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് പ്രസ് ചെയ്ത് കുറച്ച് നേരം പിടിച്ചാൽ ഇത് ആക്ടിവേറ്റ് ആവുള്ളൂ. സേഫ്റ്റി വെരി ഇമ്പോർട്ടൻറ്റ്. അത് മനസ്സിലേക്ക് കരുതുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ശബ്ദം കേട്ടില്ലേ? ഇപ്പോൾ അത് ഓഫായി. ഇനി പ്രസ് ചെയ്ത് വർക്ക് ചെയ്യില്ല, അല്ലേ? താനെ ഓഫാവും, ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ബ്രാഞ്ച് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഷാർപ്പ് എളുപ്പമാണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുണ്ടെങ്കിൽ ചില ടൂളുകളുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.